മോള് പോ, ആരും കണ്ട മോശം. വേഗം എഴുന്നേക്ക്. മോക്ക് നിർബന്ധമാണെങ്കിൽ അയ്യോ എന്താ എന്താ കാണാനില്ല. പൂജ ഇവിടെ നടന്ന വല്ലതും ബേബിച്ചൻ അറിഞ്ഞോ? എന്റെ കാരിക്കാമുറി മാതാവേ, ആ പോകുന്നതാരാ? ഇതിനൊരു സൈക്യാട്രിസ്റ്റിന്റെ ആക്യുമെനൊന്നും ആവശ്യമില്ല. ജസ്റ്റ് എ മാറ്റർ ഓഫ് കോമൺ സെൻസ്. അപ്പൊ അങ്കിള് പറയുന്നത് എല്ലാം ഞങ്ങൾക്ക് തോന്നിയതാണെന്നാണോ? അങ്ങനെയല്ല, എന്നാൽ അങ്ങനെ തന്നെയാണ്. സി, പുതിയ താമസ സ്ഥലം, വിചിത്രമായ അന്തരീക്ഷം, പരീക്ഷയുടെ ടെൻഷൻ, കാണാതെ നന്ദു, ഇതെല്ലാം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു. പിന്നീട് എന്തെങ്കിലും ബാഹ്യമായി ഉണ്ടാവുന്ന ഒരു സ്പാർക്ക് നിങ്ങളുടെ ബോധത്തെ ഒരു മായിക കാഴ്ചയിലേക്ക് കൊണ്ടുവന്നു. സൈക്കോളജിയിൽ ഇതിനെ ഡെലൂഷൻ എന്ന് പറയും. പക്ഷെ എല്ലാരും ഒരേ സമയത്ത് ഒരേ കാഴ്ച കാണുക, ഒരേ ശബ്ദം കേൾക്കുക, അതെങ്ങനെ അങ്കിൾ? ഒരു ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഒരു മജിഷ്യൻ ശരീരം മുറിക്കുന്നതും പെൺകുട്ടിയെ വായുവിൽ കടത്തുന്നതും മറ്റും ഒരേ സമയത്ത് കാണുന്നത്. ഇതും ഒരു അർത്ഥത്തിൽ മായിക കാഴ്ചയാണ്. അതവിടെ വെച്ചേ. എന്റെ പെട്ടിയെടുത്ത് അകത്ത് വെച്ച് വണ്ടി തണത്തെങ്ങാണ്ട് പാർക്ക് ചെയ്യാം. മോളുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടെങ്കിൽ അങ്കിൾ ഒരു മൈൽ സെഡേറ്റീവ് തരാം. ഓക്കെ? താൻ എന്ത് മനുഷ്യനാടോ? ഇതുപോലെ ഒരു വീടാണോ പെൺകുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്തത്? ഈ പാവം കുട്ടികളെന്നല്ല, യഥാർത്ഥ ഡ്രാക്കുള വരെ വരണ്ടു പോകും. എന്താ എന്തു പറ്റി? ഞാൻ നിലവിലേറ്റ് ഓടി വന്നപ്പോ രക്തത്ത് കുളിച്ചെടുക്കുന്നു. ഒരു നേൽ രൂപ ഓടി മറിയുന്നതും കണ്ടു. മേനോൻ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ കേട്ടിട്ടില്ലേ? ദൂരെയുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ദൂരെയുള്ളവയെ സ്വാധീനിക്കാനും കഴിയുന്ന ഒരു പ്രതിഭാസം, ടെലികൈനസിസ് അഥവാ സൈക്കോകൈനസിസ് എന്ന് വിളിക്കുന്ന ഈ ഫെനോമിനൻ
നിരന്തരമായി പ്രാക്ടീസിലൂടെയും ഏകാഗ്രതയിലൂടെയും നേടിയെടുക്കുന്നതാണ്. ഈവൻ ദോ ഇറ്റ്സ് കോൺട്രവേഴ്ഷ്യൽ, ചില കഴിഞ്ഞകാല സംഭവങ്ങൾ ഇത് ശരിയാണെന്ന് തെളിയിക്കുന്നുണ്ട്. ഇത് പരിശീലിക്കുന്ന ഏതോ വിദ്വാൻ ഈ ചുറ്റുവട്ടത്തിൽ ഉണ്ടെന്നാണ് എന്റെ ഇൻറ്റ്യൂഷൻ പറയുന്നത്. സ്കിപ്പ് യുവർ ഇൻറ്റ്യൂഷൻ. എന്റെ മകളുടെ അവസ്ഥ. ഐ എം കമ്മിങ് ടു ദാറ്റ്. ഇതിനെ ടാക്കിൾ ചെയ്യാൻ പ്രാപ്തനായ ഒരു വ്യക്തിയെ ഒരു 3 വർഷം മുമ്പ് ഒരു പാരസൈക്കോളജിസ്റ്റ് കോൺഫറൻസിൽ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. I'll show you. See. അച്ചോ, ഇത് കണ്ടോ അച്ചോ? ഇത് വെറും ഭ്രാന്തല്ല, മുഴുഭ്രാന്താ. ഭക്ഷണം വെച്ച് വിളമ്പിക്കൊടുത്തതിന് കിട്ടിയ സമ്മാനം അച്ചോ ഇത്. അവൻ ചങ്ങല പൊട്ടിക്കൊന്നുമില്ലല്ലോ. ഹേയ്, എവിടെ? നല്ല പുത്തൻ താഴ്ത്താ പൂട്ടിയിരിക്കുന്ന അച്ചോ. അച്ചോ വേണ്ടട്ടോ. ആരില്ല. ഓ, എനിക്കറിയില്ല. ആരില്ല. ഒന്നുമില്ല, ഞാനിവിടെ നിന്നോട്ടെ. ആരില്ല. ഞങ്ങളൊക്കെ ഇല്ലേ? ആരില്ല. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. അയ്യേ, എന്തിനേ ചങ്ങല? ഞാനിതാ കഴിച്ചേക്കട്ടെ പൗലോസ്. പൗലോസിന് ഇനി ഇതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ? പോട്ടെ, എണീക്ക്. എന്റെ കൂടെ വരുന്നോ? എനിക്കും പൗലോസിന് എന്ന പോലെ ആരുമില്ല. വാ, നമുക്കൊരിടം വരെ പോവാം. ഇനി പൗലോസ് 1 മാസം എന്റെ കൂടെ താമസിക്കാൻ പോകുന്നത്. വാ. കാറിൽ പോവാ. സ്വാമി വന്നോ?
സ്വാമിയല്ല, വിഷ്ണു. അല്പം ബഹുമാനം തോന്നുന്നെങ്കിൽ വിഷ്ണു നാരായണെന്ന് വിളിക്കാം. Can I come in? സോറി പ്ലീസ്. Thank you. Hi, Venu. ഹൗസ് ജേണി? It was fine. ഗുഡ്. കം. പൂജ, എന്നെ മനസ്സിലായോ? That's a puzzle. അതിന് ഉത്തരം പറയുമ്പോ I have a present for you. ഇവരോടൊന്നും ചോദിക്കാൻ ഉത്തരം പറയണം. അതിനിവർക്കും അറിയില്ല ഞാൻ ആരാണെന്ന്. വിഷ്ണു, Yeah. do you see any serious problem? പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു ആശ്വാസവാക്കായിരിക്കും. പ്രശ്നമുണ്ട്. പക്ഷെ അത് ഇവിടെ ഉള്ളവർക്കല്ല, മറ്റാർക്കുമാണ്. അതാർക്കാണ്, പ്രശ്നം എന്താണ്? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. താൻ ധൈര്യമായിട്ട് പോയിട്ട് പാടൂ. ഇവരുടെ അംഗരക്ഷകനായി ഞാനുണ്ടാകും ഇവിടെ. Okay, then I'll see you. Okay. Okay? Okay. Bye. ഡോക്ടർ സാറേ, മെഡിക്കൽ ജേർണലിലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള തന്റെ ലേഖനത്തിൽ ഫ്യൂഷൻ തെറാപ്പി എന്ന വാക്കിനേക്കാൾ ഐ പ്രിഫർ ഡിസൊല്യൂഷൻ മെക്കാനിസം. Okay.